Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ഡോട്ട് മാട്രിക്സ് പ്രിന്ററായ എപ്സൺ FX-890 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെക്കുറിച്ച് ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ FX-890 ഡ്രൈവർ എന്ന് അല്ലെങ്കിൽ FX-890 പ്രിൻ്റർ ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താണ്ട് സെർച്ച് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കുറേ സെർച്ച് ലിസ്റ്റ് കാണിക്കും. അവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എപ്സൺ യൂറോപ്പ് പറഞ്ഞാൽ epson.eu പറഞ്ഞൊരു വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കണം. അതിലാണ് ഡ്രൈവേഴ്സ് ഫുള്ളായിട്ട് വരുന്നത്. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള എളുപ്പത്തിനുള്ള വെബ്സൈറ്റും പാടെയാണ് എപ്സൺ യൂറോപ്പിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്കിവിടെ ചെയ്യാനുള്ളത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറേ വെർഷൻസ് കാണിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബ്രാക്കിൽ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തത്. അപ്പോൾ ഡിറ്റക്റ്റ് അങ്ങനെ കൊടുത്തതായിരിക്കും നിങ്ങളെ വിൻഡോസിൻ്റെ വെർഷൻ വരുന്നത്. അത് സെലക്ട് ചെയ്താണ്ട് ഈ ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡായി വന്നു കഴിഞ്ഞാൽ താഴെ കാണുന്ന ഡ്രൈവേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡ്രൈവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ ഓക്കെ എന്നുള്ളത് FX-890 സെലക്ട് ചെയ്താണ്ട് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. കാരണം FX-2175 സെയിം ഡ്രൈവേഴ്സ് തന്നെയാണ് വരുന്നത്. ഇവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ്റെ അവസാന ഭാഗത്തെത്തുന്ന സമയത്ത് USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കും. ആ സമയത്ത് മാത്രമേ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. കണ്ടില്ലേ, ഈ സമയത്ത് മാത്രമേ നമ്മൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ വഴി കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കേബിൾ എടുത്താണ് കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ USB കേബിൾ കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണിക്കും. അപ്പോൾ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രിൻറ്റിങ് ഉപയോഗിക്കാം. ഞാൻ അപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻ്ററിൻ്റെ ടെസ്റ്റ് പേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കൺട്രോൾ പാനലിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ചെയ്യുന്നു. എൻ്റെ കമ്പ്യൂട്ടറിൽ കുറേ പ്രിൻറ്റേഴ്സ് കണക്ട് ചെയ്തുകൊണ്ടാണ് കുറേ ലിസ്റ്റ് കാണിക്കുന്നത്. നിങ്ങളിൽ അത്ര ലിസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇവിടെ FX-890 എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അത് ലോഡിങ്ങിലാണ്. നിങ്ങൾക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് ലോഡിങ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ആ പ്രോബ്ലം ഓട്ടോമാറ്റിക്കായി സോൾവ് ആയിട്ടുണ്ടാവും. ആ പേരിൻ്റെ അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൽ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ടെസ്റ്റ് കമാൻഡ് പോകുന്നതാണ്. പ്രിൻ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.